പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ തിരിച്ചടിയിൽ പാകിസ്ഥാൻ വലിയ നാണക്കേട് കൂടെയാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. ഇത്രയും വലിയൊരു രാജ്യം, അവിടെ ആ രാജ്യത്തിന്റെ ശത്രുവായിട്ടുള്ള അല്ലെങ്കിൽ ബദ്ധവൈരിയായിട്ടുള്ള രാജ്യം കയറി അറ്റാക്ക് ചെയ്യുന്നു. പ്രധാനമായും 9 ഭീകരവാദ കേന്ദ്രങ്ങൾ അറ്റാക്ക് ചെയ്യുന്നു. പാകിസ്ഥാൻ പാലൂട്ടി വളർത്തുന്ന ഭീകരവാദികളെ അറ്റാക്ക് ചെയ്യുമ്പോൾ പാക് ഭരണകൂടത്തിന് അത് സഹിക്കാൻ കഴിയില്ല. അവർ അവിടെയുള്ള സിവിലിയൻസിനോട് പറഞ്ഞിരിക്കുന്നത് ഇത് രാജ്യത്തിന് നേരെ നടന്ന അറ്റാക്കാണ് എന്നുള്ളതാണ്. അങ്ങനെ ആ സിവിലിയൻസിന് മുമ്പിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇന്ത്യക്ക് നേരെ ഒരു അറ്റാക്കെങ്കിലും, അതായത് ഒരു തിരിച്ചടിയെങ്കിലും പാകിസ്ഥാന് നടത്തണം എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ് എന്നാണ് ഇപ്പോൾ പല വിദഗ്ധരും പറയുന്നത്, പല നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത്. എന്തായിരുന്നാലും അങ്ങനെ ഒരു തിരിച്ചടിക്ക് പാകിസ്ഥാൻ ഒരുങ്ങുന്നു എന്നുള്ള ഒരു സ്വരമാണ് ഇപ്പോൾ നമുക്ക് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും കേൾക്കാൻ സാധിക്കുന്നത്. നിങ്ങൾ നൽകിയ ഈ കനത്ത പ്രഹരത്തിന് ഞങ്ങൾ തിരിച്ചടി തരുമെന്നാണ് പാകിസ്ഥാനിൽ നിന്നും വരുന്ന പ്രസ്താവനകൾ. നേരത്തെ പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള ഖ്വാജ ആസിഫ് ഇത്തരത്തിൽ പറഞ്ഞിരുന്നു, അതായത് നിങ്ങൾ നിർത്തിയാൽ ഞങ്ങളും നിർത്താമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ യാതൊരുവിധ വിലയും ഇല്ലാത്ത ഒരു മന്ത്രിയാണ് ഈ ഖ്വാജ ആസിഫ്. അവിടെ പട്ടാളമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഷഹബാസ് ഷരീഫ് പട്ടാളത്തിന് ഫ്രീ ഹാൻഡ് കൊടുത്തിരിക്കുകയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ പട്ടാളത്തിന് ഫ്രീ ഹാൻഡ് കൊടുക്കുന്നത് കണ്ട് വലിയ ഹീറോയിസത്തിലേക്ക് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ പട്ടാളത്തിന് ഫ്രീ ഹാൻഡ് കൊടുത്തപ്പോൾ ഏത് നിമിഷം വേണമോ പട്ടാളം ഇന്ത്യ ആക്രമിക്കാമെന്നൊരു സാഹചര്യത്തിൽ നിൽക്കുകയാണ്. ഇന്ത്യ പട്ടാളത്തിന് വലിയ രീതിയിൽ മറുപടിയും കൊടുത്തിട്ടുണ്ട്, അതായത് പാകിസ്ഥാന് വലിയ രീതിയിൽ മറുപടി കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ പറയുന്നത്, നിങ്ങൾ ഇനി ഇന്ത്യയെ ആക്രമിക്കാൻ തുനിഞ്ഞാൽ നിങ്ങൾ നേരിടേണ്ടി വരുന്നത് ഇപ്പോൾ കണ്ടതൊന്നുമല്ല, നേരിടേണ്ടി വരുന്നത് ഇതിലും കനത്ത പ്രഹരമായിരിക്കും. ഒരുപക്ഷെ ഭൂമുഖത്ത് നിന്ന് തന്നെ തുടച്ച് നീക്കി കളയുമെന്നൊക്കെയാണ് ഇന്ത്യ ഉദ്ദേശിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. എന്ത് തന്നെയായിരുന്നാലും പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെ പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിക്കാൻ ഒരുങ്ങിയാൽ ഇന്ത്യൻ നേവി ഇവിടെ അറബിക്കടലിൽ തയ്യാറായി നിൽപ്പുണ്ട് എന്നുള്ളത് പാകിസ്ഥാൻ മറന്നു പോകരുത് എന്ന് പലരും പാകിസ്ഥാനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പാകിസ്ഥാൻ അതിനുള്ള ശക്തിയില്ല എന്നുള്ളത് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. ഇന്ത്യയോടൊന്നും ഇനി അടിച്ചും പിടിച്ചും നിൽക്കാൻ പാകിസ്ഥാന് കഴിവില്ല എന്നുള്ളതാണ്. ഇന്ത്യ അറിഞ്ഞൊരു അടി കൊടുത്താൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം തന്നെ ഇല്ലാതായി പോകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ഒരു തിരിച്ചടി ഏത് നിമിഷവും നമ്മുടെ രാജ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ രാജ്യം കനത്ത ജാഗ്രതയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ 5-6 എയർപോർട്ടുകൾ ഇപ്പോൾ അടച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നു. അതിർത്തി സംസ്ഥാനങ്ങളെല്ലാം തന്നെ കനത്ത ജാഗ്രതയിലാണ്. മോക്ക് ഡ്രില്ലുകൾ നടന്നു കഴിഞ്ഞു. ഇനി പാകിസ്ഥാന്റെ ഒരു പ്രത്യാക്രമണം ഇന്ത്യ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. സുസജ്ജമായിട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത് എന്നാണ് കൃത്യമായിട്ട് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. പാകിസ്ഥാനെ അങ്ങോട്ട് പോയി അറിയിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.